നോമിനേഷൻ കൊടുത്തതിന് ശേഷം വരികയാണ്. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളെ രാജ്യം തന്നെ ആരാധിക്കുന്ന നവോത്ഥാന നായകന്മാരും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നായകൻ EMS, AKG, MN ഗോവിന്ദൻ നായർ, PKV, അതുപോലുള്ള എല്ലാ ആരാധ്യരായ നേതാക്കന്മാരുടെയും ശവകുടീരത്തിൽ പോയി, രക്തസാക്ഷി മണ്ഡപത്തിലും പോയി അവിടെയെല്ലാം പുഷ്പാർച്ചന നടത്തിയാണ് ഞങ്ങൾ ചെന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനത്തിനു വേണ്ടി പോരാടുന്ന പോരാട്ടത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയം ഇന്ന് അസ്വസ്ഥമായിരിക്കുക. അസ്വസ്ഥമായ ഈ രാജ്യത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ നേതൃത്വത്തിനെ കഴിയൂ. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ കളങ്കമില്ലാതെ ആ കാര്യം നിർവഹിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ കഴിയുമെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ തിരുവനന്തപുരം പാർലമെൻറ്റിൽ മത്സരിക്കുന്നത്. ഞാൻ നേരത്തെ 40 മാസം ഇവിടെ ജനപ്രതിനിധിയായി ഉണ്ടായിരുന്നു. അന്ന് ചെയ്ത സേവനങ്ങളെല്ലാം ഈ നാട്ടുകാർക്ക് എല്ലാം അറിയാം. അതിനെപ്പറ്റി പലരും അവകാശവാദം ഉന്നയിക്കുമെങ്കിലും അവകാശവാദം ഉന്നയിച്ചോട്ടെ, പക്ഷേ സത്യം ജനങ്ങൾക്കെല്ലാം അറിയാം. ഇനിയും ഈ നാട്ടിൽ അന്ന് നമ്മൾ തുടങ്ങി വെച്ച പലതും ഇപ്പം പൂർത്തിയാവാതെ കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 15 വർഷം മുമ്പ് ഇവിടെ തുടങ്ങി വെച്ച പല കാര്യങ്ങളും അത് പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ കൂടെ ഞങ്ങളുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ഹൈക്കോടതി ബെഞ്ച്. നമുക്ക് അർഹതപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ലഭിക്കേണ്ടതും നഷ്ടപ്പെടുത്തിയതുമായ ഒരു സ്ഥാപനമാണ് എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സയൻസ്. ഇതുപോലെ നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ നാട്ടിൽ ജീവിക്കുന്ന 40 വർഷക്കാലമായി തിരുവനന്തപുരത്ത് ജീവിക്കുന്ന തിരുവനന്തപുരത്തുകാരനല്ലെങ്കിലും തിരുവനന്തപുരത്ത് അല്ല ജനിച്ചതെങ്കിലും കണ്ണൂർ ജനിച്ച തിരുവനന്തപുരത്ത് താമസമാക്കിയ ഞാൻ ജീവിച്ച ഏറ്റവും കൂടുതൽ കാലം തിരുവനന്തപുരത്താണ്. എൻ്റെ തുടർന്നും ഈ നാട്ടിൽ ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണമായി ജനങ്ങളോട് പറയുവാൻ കഴിയും. കളങ്കമില്ലാതെ നാട്ടിലെ പൊതുപ്രവർത്തനത്തിൻ്റെ വീതിയിൽ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് സത്യപ്രതിജ്ഞ നൽകിയിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും കാണാം. ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം SDP UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് നിരസിക്കാൻ UDF തയ്യാറായിട്ടുള്ളൂ. ഈ വർഗീയ ശക്തികളുടെയൊക്കെ വോട്ട് വാങ്ങുന്നത് ഈ പരാജയ ഭീതി കൊണ്ടാണോ UDF? ആ തർക്കത്തിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. അത് നമ്മുടെ നേതാക്കന്മാർ പറയും. ഇപ്പം ഞാൻ ഈ മണ്ഡലത്തിൻ്റെ പൊതുവായ കാര്യങ്ങളും രാജ്യത്തിൻ്റെ പൊതുവായ ഐക്യധാരയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയാണ് ഞാൻ പറഞ്ഞത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് പിന്നെ അവർ സംസാരിക്കും. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, നമ്മുടെ നേതാക്കന്മാർ സംസാരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫുൾ കോൺഫിഡൻസിലാണ് ജനങ്ങൾ അത്രമാത്രം വിജയിച്ചത്. 74,000 വോട്ടിനാണ് 2005 പന്നിയൻ ട്രിവാൻഡ്രം പാർലമെൻറ്റിൽ ജയിച്ചത്. എന്നാൽ ഈ 24-ൽ 74,000-നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം, 1 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാഹചര്യമാണ് ഇന്ന് വളർന്നു വന്നിട്ടുള്ളത്. അതേ വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പിന്നെ ഇവിടെ BJP എന്ന് പറയുന്നത് ആളുകൾ പറയുന്നുണ്ട് ത്രികോണമാണെന്ന്. ഒരു ത്രികോണവുമില്ല. നേരിട്ടുള്ള മത്സരമാണ് LDF UDFും. അതിൽ നമ്മൾ നല്ലോണം ജയിച്ചു വരും. BJP ഇവിടെ 3-ാം സ്ഥാനത്താണ്. പലരും കണക്കൂട്ടുന്നത് 2019 കണക്കൂട്ടുന്നത്. അവർ കാണാത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് അവർ കാണുന്നില്ല. അത് മറന്നു പോവുകയാണ്. അത് മാറി, കാലം മാറി. അതിനുശേഷം 7 അസംബ്ലിയിൽ 6 അസംബ്ലിയും ജയിച്ച ഇടതുപക്ഷമാണ്. മാത്രമല്ല തുടർന്ന് നടന്ന 2 ബൈ ഇലക്ഷൻ അത് വളരെ പ്രധാനമാണ്. വാർഡ് തിരഞ്ഞെടുപ്പാണെങ്കിലും അതൊരു സൂചനയാണ്. ആ 2 ബൈ ഇലക്ഷനും BJPയുടെ സ്വന്തം സീറ്റായ 20-30 വർഷം BJPക്ക് പഴക്കമുള്ള സീറ്റ് നമ്മൾ പിടിച്ചെടുത്ത കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയേണ്ട കാര്യമുണ്ട്. ഇവിടെ ജയിക്കും, നമ്മളാ ജയിക്കുക. ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായി അറിയാവുന്നൊരു കാര്യമാണ്. പാർലമെൻറ്റിൽ ഒരു മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏത് കൂട്ടുമുന്നണിയായാലും ആ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാനുള്ള ചാലകശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്.
അതൊന്നാം UPA ഗവൺമെൻറ് കാലത്ത് കണ്ടതാണ്. അത് തുടർന്നുകൊണ്ടിരിക്കും, സംശയമില്ല.